നമസ്കാരം. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശുദ്ധ ശരീരം പ്രകൃതിയുടെ വരദാനം. അതറിയാതെയോ അവഗണിച്ചോ മനുഷ്യൻ തനിക്കും മറ്റുള്ളവർക്കും ദുരിതമാകുമ്പോൾ. 2 വർഷം മുമ്പ് എന്റെ പൊന്നു മോള് +2 പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചപ്പോ എന്റെ മോൾക്ക് അനുമോദനങ്ങൾ വഴിയായ വഴിയല്ല. എന്റെ മോളുടെ ഫോട്ടോ വെച്ച ബോർഡുകൾ. നേഴ്സിംഗ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോ വിറ്റും പണയപ്പെടുത്തി കടം മറിച്ചു നോക്കിയ അവളെ ബാംഗ്ലൂർക്ക് അയച്ചത്. 1 വർഷം തികയതിനു മുമ്പ് എന്റെ മോള് വന്നത് ആംബുലൻസിലാ. വീട്ടിൽ ഓക്സിജൻ കൊടുത്തിട്ടേക്കുക. നശിച്ച മയക്കരുതാ എന്റെ ഈ മോളെ അവസ്ഥയിലാക്കിയത്. 10-17 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന്റെ മലവും മൂത്രമൊക്കെ ഈ കൈ കൊണ്ടാ കോരുന്നത്. എന്റെ ദൈവമേ, ഇനി എത്ര നാള് ഈശ്വര. കുഞ്ഞുങ്ങളെ പുറത്ത് വിടാൻ പേടി. അവരെ ഒറ്റക്കിരുത്തിയിട്ട് പുറത്ത് പോകാനും പേടി. ഏത് സ്ഥലത്തും ഏത് രൂപത്തിൽ അവരുണ്ട്. ലഹരി കച്ചവടക്കാർ. ചിറകിനടിയിൽ എത്രയെല്ലാം ഒളിപ്പിച്ചാലും ഒരു ചെറിയ പഴുതു കുട്ടിയാ അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ റാഞ്ചും. അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ റാഞ്ചും. അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ റാഞ്ചും. നിങ്ങൾ എന്റെ മോളെ കണ്ട? എന്റെ മോളെ കണ്ട? നിങ്ങൾ ആരെങ്കിലും എന്റെ മോളെ കണ്ട? ലഹരി കിട്ടാതെ വരുമ്പോഴേ സ്വന്തം ശരീരം വിറ്റ് ലഹരി തേടിപ്പോന്ന പെൺമക്കളുള്ള അമ്മമാരുടെ ഉള്ളുന്ന വേദന അതെ അനുഭവിച്ചറിയണം. പഠിക്കാൻ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. പഠിക്കാൻ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും എന്റെ മോളെ കണ്ട? എന്റെ മോളെ കണ്ട? നിങ്ങൾ ആരെങ്കിലും എന്റെ മോളെ കണ്ട? ഇന്നലെ പരോള് കിട്ടി. മകനെ കൊന്ന കേസിന് ജയിൽ ശിക്ഷ അനുഭവിക്കുക. ലഹരി കയറുമ്പോ സ്വന്തം അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത മകനെ ഗതികേടോണ്ട് കൊന്നു പോയതാ. ചോര നീരാക്കി ചോറ് കൊടുത്ത കൈ കൊണ്ട് തന്നെ സ്വന്തം മകനെ കൊല്ലേണ്ടി വന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ ഇനി ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. അയ്യോ മച്ചി, ഇവിടെ കിടക്കല്ലേ. ഇതേ കിടക്കാനുള്ള സ്ഥലമൊന്നും അല്ല. മക്കളെ, വീടില്ലാഞ്ഞിട്ടല്ല മക്കളെ, വീട്ടിൽ കിടക്കാൻ പേടിയായിട്ട. അവൻ വരും. എന്റെ കൊച്ചുമോൻ തലയ്ക്ക് വെളിവില്ലാതാകുമ്പോഴാ വരുന്നത്. വന്നാ പിന്നെ അയ്യോ കൈ കിട്ടുന്ന എന്തും വച്ചെന്നെ തല്ലും. അയ്യോ മുതക്കളവി. അയ്യോ മക്കളെ, തലമുടി ചുരുട്ടി പിടിച്ച് നിലത്തിട്ട് വലിക്കും. അവ കമ്പിപ്പാറോണ്ട് അടിച്ചൊടിച്ചതാ ഈ കാല്. എന്റെ പൊന്നു മക്കളെന്നെ പറഞ്ഞു വിടല്ലേ. എനിക്ക് എന്റെ കൊച്ചുമോനെ പേടിയാ. അമ്മയ്ക്ക് മകനെ പേടി, ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടി, സഹോദരിക്ക് സഹോദരനെ പേടി, കാമുകിക്ക് കാമുകിനെ പേടി. നാം ഭയത്തിനടിമപ്പെട്ടൊരു സമൂഹമായി മാറി. ലഹരി ഉപയോഗം നമ്മളെ എങ്ങനെയാക്കി തീർത്തു. അയ്യോ സാറേ, ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. അടങ്ങി നിക്കണ. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് യുവതയാണ്. തെളിഞ്ഞ ബുദ്ധിയുള്ള, ആരോഗ്യമുള്ള, ലക്ഷ്യബോധമുള്ള യുവത. യുവജനങ്ങൾ ദുർബലരാകുമ്പോൾ ആ രാജ്യത്തിന്റെ നാശം പൂർണ്ണമാകുന്നു. ലഹരി ഒരു യുദ്ധതന്ത്രമാണ്. ജാഗ്രത. നന്ദി, നമസ്കാരം.